ഈ ഡ്രീം ലൈനർ 787 വിമാനം നമ്മളത് വളരെ അത്യന്താധുനികമാണ് എന്ന് പറയുകയാണ്. അതിൻ്റെ കുറേ ക്വാളിറ്റീസൊക്കെ ഇതിനോടകം നമ്മളൊക്കെ കേട്ട് കഴിഞ്ഞതുമാണ്. മറ്റേതൊരു വിമാനത്തെക്കാളും വളരെ വേഗം തന്നെ 100 കോടി യാത്രക്കാർ എന്നൊരു ക്രെഡിറ്റ് അവർ നേടിയെടുത്തു. ആ പ്രഖ്യാപനം വന്നത് ഏതാണ്ട് 1.5 മാസം മുൻപാണ്. വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് അങ്ങനെ ഒരു ടാർഗറ്റ് അത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ ഇന്ധനക്ഷമതയുള്ള വിമാനമാണിത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ തരത്തിൽ പുറത്ത് വന്നിട്ടുണ്ട്. ഈ വിമാനത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പൂർണ്ണമായും കാർബൺ ഫൈബർ നിർമ്മിതമാണ്. 12 മണിക്കൂർ വരെ തുടർച്ചയായി പറക്കാം. ഇനി ഏതെങ്കിലും ഒരു എഞ്ചിന് തകരാർ സംഭവിച്ചാൽ പോലും മറ്റേ എഞ്ചിൻ പ്രവർത്തിക്കും. അപ്പോൾ കുഴപ്പമില്ലാതെ അതിന് ടേക്ക് ഓഫ് ചെയ്ത് പോകാം. പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്യാനുള്ള എല്ലാ സാമഗ്രികളും അതിലുണ്ട്. അങ്ങനെ ആ തരത്തിലേക്കൊക്കെ അത്യന്താധുനിക സൗകര്യമുള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും അതിൽ ചില പ്രശ്നങ്ങളുണ്ട്, ചില പിഴവുകളുണ്ട് എന്നത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു എഞ്ചിനീയർ വെളിപ്പെടുത്തിയത് നമുക്കറിയാവുന്നതാണ്. ചില കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്, ചിലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി എന്നൊക്കെ പറഞ്ഞ് അതിലൊക്കെ ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്ന തരത്തിലേക്കെല്ലാം വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളതുമാണ്. അപ്പോൾ ഇങ്ങനെ ചില സംശയങ്ങൾ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് അത് കുറച്ചുകൂടി ബലപ്പെടുകയാണോ? ഈ ഒരു അപകടം, ഇത്തരം ഒരു അപകടം 787 ഇതാദ്യമായാണ് സംഭവിക്കുന്നത്. പക്ഷേ ഈ സംശയങ്ങൾ ബലപ്പെടുന്നുണ്ടോ? ഡോക്ടർ മോഹൻ വർഗീസ്. അനുജ, ടൈറ്റാനിക് എന്ന കപ്പൽ ഒരു കാലത്തും തകരില്ല എന്ന് പറഞ്ഞ് നീറ്റിലിറക്കിയ ഒരു ഡ്രീം ലൈനർ തന്നെയായിരുന്നു ഒരു നൂറ്റാണ്ടിന് മുൻപ്. പക്ഷേ ടൈറ്റാനിക്കിൻ്റെ കന്നി യാത്രയിൽ തന്നെ സംഭവിച്ചത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മിസ്ഹാപ്പായിട്ട് മാറി. അപ്പോൾ ഇത് ഡ്രീം ലൈനർ എന്നുള്ള പേര് തന്നെ യഥാർത്ഥത്തിൽ ബോയിങ് വളരെ വളരെ കെയർഫുള്ളി ചോക്ഡ് ഔട്ട് ഒരു പേരാണ്. അത് ഇപ്പോൾ അവരുടെ പരസ്യത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ആ 100 കോടി ആളുകളെ വഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം 1 out of 7 ഹ്യൂമൻ ബീയിങ്സ്, 700 കോടി ജനസംഖ്യയുള്ള ലോകത്തെ ഒരു 100 കോടി ആളുകളെ വഹിക്കാനുള്ള ഒരു ഡ്രീം എന്ന് പറയുന്നത് ദാറ്റ്സ് എ ബിഗ് ഡ്രീം. ഇവിടെ ബോയിങ് കമ്പനിയുടെ നേരെ ഒരു പിടി വിരലുകൾ ഉയരുകയാണ് ഇപ്പോൾ. ഈ ഒരു അപകടം ഒറ്റപ്പെട്ട അപകടമായിരിക്കാം, പക്ഷേ ഒരു കാലത്തും ഇങ്ങനെ ഒരു 2 എഞ്ചിനും തകരാനുള്ള അല്ലെങ്കിൽ പ്രവർത്തനരഹിതമാകാനുള്ള സാധ്യത ഒരിക്കൽ പോലും ഇല്ല എന്ന രീതിയിലാണ് വിദഗ്ധന്മാരെല്ലാം മിക്ക ആളുകളുടെയും അഭിപ്രായം. ഇപ്പം നമ്മുടെ കൊമേഴ്ഷ്യൽ പൈലറ്റായ എൻ്റെ പാനലിസ്റ്റ് ക്യാപ്റ്റൻ പ്രസന്നകുമാർ വളരെ വിശദമായി അതിൻ്റെ സാങ്കേതികമായ തികവിനെക്കുറിച്ചും വശങ്ങളെക്കുറിച്ചും എല്ലാം സംസാരിച്ചതുമാണ്. അപ്പം അതുകൊണ്ട് ഈ ബോയിങ് കമ്പനിയെക്കുറിച്ച് ആക്ഷേപങ്ങൾ മുൻകാലത്ത് വന്നിട്ടുണ്ട്. അത് ഈ വിമാനത്തെക്കുറിച്ചല്ല, 787 ഡ്രീം ലൈനറിനെ കുറിച്ചല്ല, മറിച്ച് 737 കുറിച്ച്, അതായത് ആ ഒരു വിമാനത്തിൻ്റെ ഒരു സോഫ്റ്റ്വെയർ അറേഞ്ച്മെൻ്റ് എല്ലാം വലിയ തോതിൽ വിമർശന വിധേയമായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ക്രെഡിബിലിറ്റി ക്രൈസിസ് ബോയിങ് സമീപകാലത്ത് അനുഭവിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ആ മാക്സ് എന്ന് പറയുന്ന ആ വിമാനത്തിന് മാത്രമായിരുന്നു സാങ്കേതിക തകരാറ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അതൊരൊറ്റപ്പെട്ടൊരു ഒരു മോഡലിന് വരുന്നൊരു പിശകാണ്. പക്ഷേ ഇവിടെ ഈ സാങ്കേതിക തകരാറാണ്, നിർമ്മാണത്തിലെ പിശകാണ് എങ്കിൽ എന്തുകൊണ്ട് ഇത് 2011 ഈ കമ്പനി നിലവിൽ ഈ മോഡൽ വെളിയിൽ വരികയാണ്? 2014 മുതൽ നിരന്തരമായി കഴിഞ്ഞ 10 വർഷത്തിൽ പരം ഇന്ത്യയുടെ എയർ ഇന്ത്യ ഇത് വിമാനമായിട്ട് ഉപയോഗിച്ചിട്ടുമുണ്ട്. അത് മാത്രമല്ല, ഈ അപകടം വരുന്നതിന് തൊട്ട് മുൻപത്തെ മണിക്കൂറുകളിലൊക്കെ സുഗമമായി പറക്കുകയും ചെയ്തതാണ്. ചെറിയ ഗ്ലിച്ചസ് ഒക്കെ ചൂണ്ടിക്കാണിച്ചു എങ്കിൽ പോലും. പക്ഷെ അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സാങ്കേതിക തകരാറ് സർഫസ് ചെയ്യുന്നത്? അത് മാനുഫാക്ചറിങ്ങിൽ തന്നെ ഉള്ളതാണോ? അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സർഫസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം തന്നെ തൽക്കാലം ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ തന്നെയാണ്. ഇനി അതിൻ്റെ കൊമേഴ്ഷ്യൽ സൈഡിലേക്ക്, ബോയിങ്ങിനെ കുറിച്ചാണല്ലോ സംസാരം, ബോയിങ്ങിൻ്റെ കൊമേഴ്ഷ്യൽ സൈഡിലേക്ക് വരിക. 2 പ്രധാനപ്പെട്ട വിമാന കമ്പനികളാണ് ലോകത്തുള്ളത്. ബോയിങ് ഒരു വിഖ്യാതമായ അമേരിക്കൻ വിമാന കമ്പനിയാണ്. അതുപോലെ എയർബസ് ആണ് ബോയിങ്ങിൻ്റെ ശക്തരായ എതിരാളികൾ. ബോയിങ്ങിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയുടെ വലിയ തകർച്ച കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ട്. അത് നഷ്ടത്തിലാണ്. അതേസമയം അതിൻ്റെ ശക്തമായ എതിരാളിയായ എയർബസിന് വലിയ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ബോയിങ് പർച്ചേസ് ചെയ്യാനുള്ള പല ഓർഡേഴ്സും ഒരുപക്ഷെ വഴിമാറി പോകാനുള്ള സാധ്യതയുണ്ട്. എയർ ഇന്ത്യ തന്നെ വലിയ ഒരു വൈതരണിയിലാണ്. എയർ ഇന്ത്യയുടെ ഒരു ടേക്ക് ഓവർ നമുക്കറിയാം, വലിയ ഒരു ലോകശ്രദ്ധ ആകർഷിച്ച ടേക്ക് ഓവറാണ് ടാറ്റ ഗ്രൂപ്പ് ഇന്ത്യയിലെ ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള ബിസിനസ് ഗ്രൂപ്പാണ്. ആ ബിസിനസ് ഗ്രൂപ്പ് ടാറ്റ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തുകയായിരുന്ന
എയർ ഇന്ത്യയെ എടുക്കുന്നത് ഒരു ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നു. അത് ഏറ്റെടുത്ത് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ ഏറ്റെടുത്ത് വലിയ രീതിയിലുള്ള 200ഓളം വിമാനങ്ങളുടെ ഓർഡറുകളാണ് എയർ ഇന്ത്യ ഇപ്പോൾ പലയിടത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം എങ്ങനെ ഇനിയും പൂർത്തീകരിക്കും? ഇനി ടാറ്റയുടെ ക്രെഡിബിലിറ്റി ഇതുകൊണ്ട് മാത്രം തകരില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ടാറ്റയുടെ കമ്പനികളുടെ വിശദമായ ഒരു ലിസ്റ്റ് എടുത്തു നോക്കുമ്പോൾ ഓഹരി വിപണിയിൽ കഴിഞ്ഞ ദിവസം ബ്ലഡ് ബാത്താണ് സംഭവിച്ചത്. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പം ടാറ്റയുടെ ക്രെഡിബിലിറ്റി, അപ്പം ടാറ്റ ഇതൊരു വലിയൊരു മരണമായി വന്നു, ഇങ്ങനെ ഒരു ഏറ്റെടുക്കൽ. അത് ഇനി നഷ്ടപരിഹാരം, ഇപ്പോൾ 1 കോടി രൂപ ഓരോരുത്തർക്കും നഷ്ടപരിഹാരം എന്ന് പറയുന്നത് ചെറിയ തുക തന്നെയാണ്. അതുകൊണ്ട് അന്താരാഷ്ട്ര സമിതികളിൽ തർക്കമുയരും. വലിയ നഷ്ടപരിഹാരം, കാരണം ഗ്ലോബൽ വിമാനമാണെന്ന് ഓർക്കണം, അന്താരാഷ്ട്ര വിമാനമാണ്. അതുകൊണ്ട് നഷ്ടപരിഹാരത്തിന് തോത് വളരെ കൂടാനുള്ള സാധ്യതയുണ്ട്. ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചുള്ള ഒരാളിൻ്റെ ജോലിയും അദ്ദേഹത്തിൻ്റെ തസ്തികയും ഭാവി വരുമാന സാധ്യതയും എല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള നഷ്ടപരിഹാര പാക്കേജ് കൊടുക്കേണ്ടി വരും. അങ്ങനെ വലിയ ഒരു സാമ്പത്തിക സമ്മർദ്ദം എയർ ഇന്ത്യക്ക് അനുഭവിക്കേണ്ടി വരും. അതാണ് എയർ ഇന്ത്യ അനുഭവിക്കുന്ന വലിയൊരു കുഴപ്പം. അതുകൊണ്ട് ഇപ്പം ബോയിങ് കമ്പനി അനുഭവിക്കുന്ന ഒരു വൈതരണി, എയർ ഇന്ത്യക്ക് വരാൻ പോകുന്ന ഒരു വലിയ ഭീഷണി, അത് മാത്രമല്ല വ്യോമഗതാഗത രംഗത്തെ മറ്റ് കമ്പനികൾ, എയർ ഇന്ത്യയുടെ കോമ്പറ്റീറ്റേഴ്സായ മറ്റെത്രയോ വിമാന കമ്പനികളുണ്ട്, അവർക്കെല്ലാം തന്നെ എയർ സേഫ്റ്റിയെക്കുറിച്ചുള്ള വലിയ രീതിയിൽ ഈ ഒരു ഡ്രീം ലൈനർ ഉപയോഗിക്കുന്നത് എയർ ഇന്ത്യ മാത്രമല്ല, ലോകത്തെ വിവിധ വിമാന കമ്പനികൾ സെയിം വിമാനം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആകമാനം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ക്രെഡിബിലിറ്റി ക്രൈസിസ് അത് നമ്മൾ വളരെ തുച്ഛീകരിച്ച് കാണാനാവില്ല അനുജ. അതുകൊണ്ടാണ് ഇതൊരു മൾട്ടി ഡയമെൻഷണൽ ഇഷ്യൂ ആണ്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്, ഈ അഹമ്മദാബാദ് വിമാനത്താവളം ഉൾപ്പെടെയുള്ള പല വിമാനത്താവളങ്ങളുടെയും നിയന്ത്രണം അദനി ഗ്രൂപ്പിനാണ്. അപ്പോൾ അദനി ഗ്രൂപ്പിലേക്ക് ആ വിമാനത്താവളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമല്ല ഒരുപക്ഷെ ഈ വിമാന തകർച്ച എന്ന് പറയുന്നത്, എങ്കിൽ പോലും അദനി ഗ്രൂപ്പും ഒരുപാട് വിശദീകരണങ്ങൾ നൽകേണ്ടി വരും.